ഷബർ ഓക്കേണോ? ആക്ഷൻ. എത്രയാന്ന് ചോദിച്ചു. അത് ചോദിച്ചില്ല. ഇയാൾ എന്തിനാ പറഞ്ഞത്? അത് പുള്ളിക്കാരെ ചോദിക്കാൻ. എത്രയാന്ന് ചോദിച്ചിട്ടില്ലേ പറയുന്നത്? അവനവന്റെ കാര്യം നോക്കിയാൽ മതി. അറിയാമല്ലോ ചോദിക്കുകയാണ്. ഇയാൾ ഇറങ്ങി കഴിഞ്ഞ് ഇയാളാണ് ഫസ്റ്റ് പൈസ ചോദിക്കുന്നത്. അല്ല ചോദിച്ചില്ലെങ്കിൽ ചോദിക്കും. അത് കുറച്ച് ടൈം ഇട്ടേ ചെയ്യും. സമയെടുത്ത് ഇത് കഴിയുമ്പോ കാണണം കേട്ടാ. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ഇറങ്ങുമ്പോ എന്താണ് ഇങ്ങനെ കാണിച്ചത്? ഇതെന്താ ഉദ്ദേശം? എന്താണ് ഉദ്ദേശം? ഇതെന്താണ് തിരുമ്പി കാണിച്ചത്? ഞാൻ വേറൊന്നും ചോദിക്കില്ല. ആട്ടോയിൽ നിന്ന് ഇറങ്ങുമ്പോ പൈസയുടെ കാര്യം ചോദിക്കണ്ടല്ലേ? ഇത്രയും സാധാരണ ആട്ടോ റിക്ഷക്കാരുണ്ടല്ലോ, ഇറങ്ങുന്നതിന് എത്രയെന്ന് ചോദിക്കും. ഇത് എത്ര സമയം കഴിഞ്ഞ് ഞാൻ എന്റെ ക്ഷമയുടെ നെല്ലിപ്പടി കഴിഞ്ഞു. ഒരു കാര്യം പറയാം. ഞാൻ വണ്ടി ഓടിക്കുമ്പോണ്ടല്ലോ ആൾക്കാരെന്ന് വെച്ചാൽ എത്രയായി അങ്ങ് പോവല്ലേ. ഇതിപ്പോ ഞാൻ ഇറങ്ങിയതിന് ശേഷം പുള്ളി ഇങ്ങനെ വേറെന്തോ പുള്ളി ചോദിച്ചോളൂ. നിങ്ങൾ ഇടയ്ക്ക് സംസാരിക്കും. ഇല്ല ഞാൻ ഇനി ചോദിക്കില്ല. ഇനി ഞാൻ സാറ് പറഞ്ഞ കേട്ടല്ലോ, ഞാൻ ചോദിക്കില്ല. ഞാൻ കറക്റ്റ് ആണ്. കുഞ്ഞുമാ അത് മൊബൈലിൽ എടുത്തോ കേട്ടോ. മൊബൈൽ എന്താണ് കാണിക്കുന്നത്? അല്ല ഇത് കുറച്ച് മൊബൈലിൽ എടുത്താൽ നമ്മൾ അഭിനയിക്കുന്ന എങ്ങനെയാന്ന് എനിക്ക് കാണാൻ പറ്റില്ലല്ലോ സാർ. അത് സിനിമ തിയേറ്ററിൽ കണ്ടാൽ മതി. ആരും മൊബൈൽ എടുത്തു കേട്ടോ. അതെ, ഇങ്ങനെ എത്തി വിളിഞ്ഞാൽ നോക്കണ്ട കേട്ടോ. ഇതൊക്കെ എവിടുന്ന് വിളിച്ചോണ്ട് വരുന്നുണ്ടോ ഇതൊക്കെ? മൊയ്തീനെ നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഇനി അടുത്ത ആക്ഷൻ പറയുമ്പോൾ കറക്റ്റ് ഇറങ്ങി അഭിനയിച്ചോ. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. എത്രയായി? 137 രൂപ 50 പൈസല്ലേ? 50 പൈസ എന്നല്ലേ ചോദിക്കുന്നത്? അല്ല അപ്പൊ അന്ന് ഇപ്പൊ പറഞ്ഞു 140 രൂപ വരണം, 137 രൂപ 50 പൈസ പറയണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ. 137 മാത്രം പറഞ്ഞാൽ 137 ചില്ലറ ഫോൺ എടുക്കണ്ട. സാറേ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് എത്രയെന്ന് ചോദിക്കുമ്പോ ഞാൻ വെറുതെ പറയുന്നത് തെറ്റാണ്. ഞാൻ ഈ മീറ്റർ നോക്കാതെ പറയാന്ന് പറഞ്ഞാൽ അത് ശരിയാണോ സാർ? അവൻ മീറ്റർ നോക്കണം എന്ന് പറയണ്ടേ? അതാണ് ഞാൻ മീറ്റർ നോക്കണ്ടേ. അക്ക ഞാൻ തന്നെ ഞാൻ പറയണേ, ഇങ്ങനെ പറയണ നമ്മൾ നോക്കാൻ നോക്കി അത് എവിടത്തെ ന്യായം? ഞാൻ നോക്കിട്ട് പറയാം. ആക്ഷൻ. 137 രൂപ. ഇവിടുത്തെ പഴം പൊഴിഞ്ഞു വെച്ചേക്കുന്നത്. അതെങ്ങനെ ഉള്ള അക്കയും കുക്കയും കുഞ്ഞമ്മയും വല്യച്ഛനെയും ഉള്ള നാട്ടുകാരെല്ലാം വിളിച്ചോണ്ട് വരുമല്ലോ. ഇയാൾ ഇങ്ങോട്ട് നോക്കുന്ന എന്തിനാണോ? ഇയാള് വണ്ടി ഡ്രൈവറാണ്. ഇയാൾ ഇവിടെ യാത്രക്കാരോട് നിൽക്കുമ്പോൾ ഇയാൾ ഇങ്ങോട്ടാണ് നോക്കുന്നത്. ആ യാത്രക്കാരോട് നോക്കിയാണ് സംസാരിക്കുന്നത്. ആരെ നോക്കില്ല. റെഡി മൊയ്തീനെ, ഷൂട്ട് കഴിയുമ്പോൾ നിന്നെ എനിക്കൊന്ന് കാണണം കേട്ടോ. ആക്ഷൻ. എത്രയായി? 137 രൂപ 50 പൈസ ഇല്ല. 137 രൂപ. ബാക്കി പറ. ഞാൻ ഓട്ടോറിക്ഷയുടെ വിലയല്ലേ ചോദിച്ചത്. ചാർജാണ് ചോദിച്ചത്. അത് പറഞ്ഞില്ല. പറയാൻ റിയാക്ഷൻ ഇടയില്ലേ? ഞാൻ റിയാക്ഷൻ ഞാൻ വിചാരിച്ച ഡയലോഗ് മറന്നു. അത് പറയണം. ഞാൻ ചോദിക്കുമ്പോ 137 രൂപ എന്ന് പറയുമ്പോ ഇയാൾ ചോദിക്കണം. ഞാൻ ഓട്ടോയുടെ വിലയല്ലേ ചോദിച്ചത്, ഓട്ടോ ചാർജാണ് ചോദിച്ചത്. പറഞ്ഞേ ഞാൻ പറഞ്ഞേ നോക്കാം. ഒന്ന് പറഞ്ഞേ. ഞാൻ 137 രൂപ. ഒരു മിനിറ്റ് ഞാൻ അവിടെ പോയിരിക്കും. നിങ്ങൾക്ക് നിങ്ങൾ അവിടെ നിന്ന് ഡയറക്റ്റ് ചെയ്യും. ഞാൻ പോവാണ് കേട്ടാ. ഇനി എന്നെ കൊണ്ട് അങ്ങോട്ട് വരുത്തിപ്പിക്കുന്നത് കേട്ടാ. ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. ആക്ഷൻ. എത്രേ? 137 രൂപ 50 പൈസ ഇല്ല. ഈ ഓട്ടോയുടെ വിലയല്ല ഞാൻ ചോദിച്ചത്, ഓട്ടോ ചാർജാ ചോദിച്ചത്. ഓട്ടോയ്ക്കൊക്കെ പിന്നെ 1.5 ലക്ഷം രൂപ. പിന്നെ ചില ഓട്ടോയ്ക്കാണെങ്കിൽ 1.20, 1.15 ഓട്ടോയും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് വിട്. ഇവിടെ ഇതെന്ത് ഇങ്ങോട്ട് നോക്കി ഇത്രയും ഞാൻ പറഞ്ഞു കറക്റ്റായിട്ട് ചെയ്ത് വന്നപ്പോ അതിന്റെ ഫ്ലോ പോയണ്ട. ഇയാൾ എന്തിനും ഇങ്ങോട്ട് നോക്കി. കുഞ്ഞമ്മ അപ്പച്ചി മാമനെ അലുതാരെ കൊണ്ടുവന്നതിന്റെ അത് ബാക്കി എടുക്കാം. അവിടെ നിൽക്കുന്നുണ്ട് തൊട്ട്. ശരി, സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. താനെന്താ ആളെ വടിയാക്കണോ? വടിയാക്കാൻ ഞാൻ തടിയൊന്നും അല്ലല്ലോ. തടിയെന്നല്ലേ വടി ഉണ്ടാകുന്നത്. ഒരുപാട് കഷ്ടത അനുഭവിച്ച് വളർന്നവനാ ഞാൻ. ഞാൻ അതൊക്കെ മേലെ കഷ്ടപ്പാട് അനുഭവിച്ച KG സദാനന്ദനാണ്. ഞാൻ നോക്കിയില്ല. പിന്നെ നോക്കി.
എടാ എനിക്ക് പോടും ഇതിപ്പോ ആത്മഹത്യ പോകും ഇത് ഇട്ടിട്ട് പോ നോക്കിയില്ലല്ലോ സാറേ. താൻ എന്തോടാ പറഞ്ഞു ഇപ്പൊ ഞാൻ KG സാറിന് അങ്ങോട്ട് നോക്കാതല്ലേ പറഞ്ഞു. ഞാൻ നോക്കിയില്ലല്ലോ. നോക്കിയില്ല. നമുക്ക് ആ പേര് ഓർക്കാൻ കഴിഞ്ഞില്ല സ്റ്റാ. അല്ല സോമനോ സദാനന്ദനോട് ഒരു ചെറിയ ഇത് വന്നു. ഷബീറേ ആക്ഷൻ. ഞാൻ അതൊക്കെ മേലെ കഷ്ടപ്പാട് അനുഭവിച്ച KG സദാനന്ദൻ. എടാ നീ എന്തിനാണ് പഴം പിഴിഞ്ഞ് കണക്കിക്കുന്നത്? ഒരാൾ റെഡിയാക്കുന്നു ഒരാൾ താഴെ. ഇയാളെന്തോ കാണിക്കുന്നത്? ഇത്ര നേരം ഇവൻ കൺഫ്യൂഷൻ ആക്കുന്നു. അങ്ങനെ ഒരു പിന്നെ നീ confusion തെറ്റിദ്ധരിക്കുകയാണ്. ആക്കില്ല. ഓൻ വന്ന പോലെ ഡയലോഗ് പറയാ. ആ. ഭീഷണിപ്പെടുത്തുകയാണോ? അത് വേണ്ട ഇത് വേണ്ട കേട്ടോ. ഗുണ്ടായിസം ഇവിടെ വേണ്ട. ഓൻ ചെയ്തോളും. ഗുണ്ടായിസം വേണ്ട. എന്ത് ഗുണ്ടായിസം വേണ്ട ഇവിടെ? ഗുണ്ടായിസം വേണ്ട. അഭിനയിക്കാൻ വന്നെങ്കിൽ അഭിനയിച്ചിട്ട് പൈസ മേടിച്ചിട്ട് പോകണം. എടാ നീ എന്തിനാണ് ഒരാൾ റെഡിയാക്കുമ്പോ ഒരാളെ തെറ്റിക്കുന്ന? ഒന്ന് ചെറുതായിട്ട് ഭീഷണിപ്പെടുത്തുകയാണോ? ചെറുതായിട്ട് അവിടെ നിന്ന് ഇട്ടോടാ. ഭീഷണിപ്പെടുത്തുകയാണോടാ? എടാ പോടാന്ന് വിളിക്കുന്നോടാ. വിളിച്ചാൽ എന്ത് ചെയ്യൂടാ? ഓടാ പട്ടി അടി. അവിടെ ക്ലാഷ്. ആക്ഷൻ. എന്താണ് ആളെ ഭീഷണിപ്പെടുത്തുകയാണോ? എടാന്ന് വിളിച്ചാലുണ്ടല്ലോ. എന്താടോ? എന്ത് നീ വിളിച്ചു നോക്ക. എന്താ പട്ടി? പട്ടീന്നാ പട്ടീന്നാ പട്ടീന്ന് വിളിച്ചാ. എന്റെ കൂടെ ആര് വന്നിരിക്കണം? പട്ടീന്ന് വിളിച്ചെന്ന് ഓൻ അഭിനയിച്ചതിനോട് ചേച്ചങ്ങനെ കൊല്ലണ്ടില്ലോ. കൂടെ വിളിച്ചോക്കടാ. പുള്ളി അഭിനയിച്ചില്ലേ? ഇയാൾ അഭിനയിക്കാൻ വന്നതാണോ അവിടെ ജീവിക്കാൻ വന്നതാണോ? കൊല്ലേണ്ട സീൻ വന്ന് ഇയാൾ ഉൾക്കായിട്ട് കൊല്ലുമല്ലോ. അതെ ഞാൻ സീൻ കൊഴിപ്പിച്ചാണ്. സീൻ കൊഴിപ്പിച്ച് ഇത് കുഴപ്പിച്ചാണല്ലോ ചെയ്തത്, കൊഴിപ്പിച്ചല്ല. ഞാനെങ്കിലും വിളിച്ച് പറയണ്ടേ ഇത് പിന്നെ സാർ വിളിക്കും. എസ് ഐ വിളിക്കും. നീ എസ് ഐ വിളിക്കടാ. നീ എസ് ഐ വിളി. എസ് ഐ വിളിക്കും. വിളിക്കൊടു. വേണ്ടാന്ന് നിങ്ങളല്ലേ കൊണ്ടുവന്നേ? ഉള്ളി കൂടെ എടുത്തോളൂ. അടച്ച കണ്ടടാ. ഈ കാലത്തെ ഞങ്ങൾ എന്താ നിങ്ങൾ പറ. നമുക്കിത് പറഞ്ഞിട്ടുള്ള പണിയല്ല. നിങ്ങൾ വണ്ടി കയറി വണ്ടി കയറി പോലീസിനെ വിളിക്കണം സാർ. ഇവരെ കൊണ്ടുപോയി വിട്ടിട്ട് ഞാൻ വന്ന് അഭിനയിച്ചാ മതിയാ.